പിന്നെ ശ്രീനാരായണ ഗുരുവിനെ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്ന മറ്റൊരാൾ കണിച്ചുകുളങ്ങരയിലുണ്ടല്ലോ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയണം. മുമ്പ് പലപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാത്രം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരോ ഈ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരോ മാത്രമല്ല ഇതിൽ അഭിപ്രായം പറയേണ്ടത്. നമ്മുടെ പെരുന്നയിൽ ജി സുകുമാരൻ നായർ എന്നൊരാളുണ്ട്. എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? മോന്റെ കൂടെ തന്തനെ പൊക്കണോ ഞാൻ? മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? ഇപ്പോൾ സർക്കാരിന്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളോടെല്ലാം പിന്തുണ പ്രഖ്യാപിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രതിനിധിയെ വിട്ടതിന് ശേഷം അദ്ദേഹം അവിടെ ഇരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ അഭിപ്രായം പറയണം. ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ തിരുത്തി പറയാനായിട്ട് തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് പറയണം. ഈശ്വര, ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ? പിന്നെ ശ്രീനാരായണ ഗുരുവിനെ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്ന മറ്റൊരാൾ കണിച്ചുകുളങ്ങരയിലുണ്ടല്ലോ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയണം. മുമ്പ് പലപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. 2000 years later. ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഇതൊരു നല്ലൊരു നിമിത്തമല്ലേ ഇത്? ആഗോള സംഗമം ഇത് നടത്തിയതോടുകൂടി ഇതിന് ആഗോളതലത്തിൽ ഇപ്പോൾ തന്നെ ഇത് ഒരു വലിയൊരു കള്ളത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചത് തന്നെ നല്ലൊരു സംഭവം, ഒരു ഐശ്വര്യവും അല്ലേ അത്? അപ്പൊ ഇതിപ്പോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമല്ലല്ലോ, ഭക്തിയുമായി ബന്ധപ്പെട്ട അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലല്ല എന്നും അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് നിലവിൽ ഈ സംവിധാനത്തിനോടൊക്കെ തന്നെ ഒരു താല്പര്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് സർവ്വ മംഗളങ്ങളും നേർന്നുകൊണ്ട് പ്രതിനിധികളെ വിടുകയും നേരിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സാമുദായിക നേതാക്കന്മാരല്ലേ? എന്താ മിണ്ടാത്തെ? നമ്മളെയാണല്ലോ മച്ചമ്പി. പോയാലോ? എന്തിനാ ഇവര് വായിൽ വെള്ളം ഒഴിച്ചോണ്ട് ഈ പെരുന്നേലും കണിച്ചുകുളങ്ങരയിലും ഇരിക്കുന്നേ? വർത്താനം പറയുന്നേ. നായന്മാരും ഈഴവരും ഭക്തരായിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിക്കുക, നിങ്ങളോട് നിങ്ങൾ പറ. ഒന്നും അല്ലെങ്കിൽ ഇത് 916 ഗോൾഡ് ആണെന്ന് നിങ്ങൾ സർട്ടിഫൈ ചെയ്യലെങ്കിൽ ചെയ്യേ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അങ്ങനെയെങ്കിലും സർക്കാരിന് ഒരു പിന്തുണ നിങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇവിടെ നടന്നത് തട്ടിപ്പാണെന്ന് പറയണം. ഈ 2019-ലും 2025-ലും നടന്നിരിക്കുന്നത് ശുദ്ധ തട്ടിപ്പും തെമ്മാടുത്തവുമാണെന്ന് പറയണം. സാമ്പത്തിക തട്ടിപ്പും ഭക്തി കച്ചവടവുമാണെന്ന് പറയണം. ഇത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളി ഇറങ്ങിപ്പോവില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞില്ലേ? എല്ലാം ഉള്ള ദൈവത്തിന് എന്തിനാടോ പണം? അതെല്ലാം നമുക്കുള്ളതാ. അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് അദ്ദേഹം എന്താ മറുപടി പറഞ്ഞെന്താ? ഞാൻ വിചാരിച്ചാൽ ഇത് പറ്റുമോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൈക്ക് നിങ്ങൾ തരാതെ എനിക്ക് അതുകൊണ്ട് ഓടാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. ഈ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡുകളോ കളക്ട് ചെയ്യുന്ന ഒരൊറ്റ പൈസ പോലും സർക്കാർ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രചരണമെല്ലാം അടിസ്ഥാനരഹിതമാണെന്നല്ലേ പറഞ്ഞിരുന്നത്? എന്നാ ചേട്ടന്മാര് വന്നിരുന്നിട്ട് ഇത് പറയുന്നേ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനടക്കം ദേവസ്വം മന്ത്രിമാരടക്കം ഇതുവരെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം ഈ സാമുദായിക സംഘടനാ നേതാക്കന്മാരടക്കം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്നിട്ട് ആ സന്ദേശത്തിനെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ പോയ ആൾക്കാർ പറയുന്നേ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ഇപ്പൊ എന്ത് സന്ദേശമായി ലോകത്തേക്ക് പോയിരിക്കുന്നത്? മംഗോളിയയിലും ഉഗാണ്ടയിലും ഒക്കെ ഇപ്പൊ പോകുന്ന സന്ദേശം എന്താ? ഇവിടുത്തെ സ്വർണ്ണപ്പാളി ആൾക്കാർ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുവെന്ന്, അത് കൊണ്ടുപോയിട്ട് വീടുകളിൽ എഴുന്നള്ളിച്ചുകൊണ്ട് പോയിട്ട് ആൾക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് അവിടെ പ്രദർശിപ്പിച്ചുവെന്ന്. അങ്ങനെ കെട്ടി എഴുന്നള്ളിച്ച് നടക്കാനുള്ള ചരക്കാണോ ഈ ശബരിമലയിലേത്? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഇത് എന്റെ വീട്ടിൽ വെക്കേണ്ടുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇത് എവിടെയെങ്കിലും അനുമതിയോടുകൂടി പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി അതിനെ വണങ്ങുക, അതിന് പൂജയുണ്ടെങ്കിൽ ആ പൂജയിൽ പങ്കെടുക്കുക എന്നതല്ലാതെ ആ പോകുന്ന വഴിയല്ല എൻ്റെ വീട്, എന്നാൽ പിന്നെ എൻ്റെ വീട്ടിൽ കൂടെ കയറ്റിയേക്കൂ എന്നൊക്കെ പറയുക എന്നൊക്കെ പറയുന്നത് മൂഢത്വമാണ്, അത് വിഡ്ഢിത്തമാണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പോട്ടെ, അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞതായിരിക്കാം. പക്ഷെ അവിടെ അല്ല പ്രശ്നം. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സത്യത്തിൽ എവിടെയാണ്? സത്യത്തിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഈ സംഭവം ശബരിമലയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ സമയത്ത് തൂക്കത്തിലൊരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ടല്ലോ. ആ തൂക്കത്തിലൊരു വ്യത്യാസം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചോദ്യം ഉണ്ടാകാതിരിക്കുന്നത്? അതിനെവിടുന്നാണോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് 6 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 40 വർഷത്തേക്ക് വാറണ്ടി ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ വീണ്ടും മെയിൻ്റനൻസ് വർക്ക് ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ആ മെയിൻ്റനൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോടതി പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതിയെ സമീപിക്കുക, സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി എടുക്കുക എന്നുള്ള പ്രോട്ടോകോൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്?
പിന്നീട് അത് കൊണ്ടുപോകുന്നതിന് ഈ പോയിട്ട് വ്യത്യാസം വരുത്തിക്കൊണ്ടുവന്നിരിക്കുന്ന അതേ പോറ്റിയെ തന്നെ വീണ്ടും ഏൽപ്പിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആരാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസികളുടെ കാര്യത്തിൽ ശബരിമലയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. ആഞ്ജനേയ സ്വാമി, അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ശബരിമലയിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. ദേവന്റെ സ്വത്തിന്റെ കസ്റ്റോഡിയൻ ആയിരിക്കുക എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് അമ്പേ പരാജയമാണ്. കള്ളപ്പന്നി. അപ്പൊ ഇതൊന്നും കഴിയാതിരിക്കുന്ന ഒരു സംവിധാനം, കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ സംവിധാനത്തിന്റെ ഏതു ഭാഗത്താണ് ഈ പ്രോസസ്സിൽ 2019 തുടങ്ങിയിരിക്കുന്ന ഈ ഒരു പ്രോസസ്സിൽ ഈ 6 വർഷമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു എലമെന്റ് ഉണ്ടോ? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഞാൻ പറഞ്ഞ ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തോ ഏതെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തോ സർക്കാരിന്റെ ഭാഗത്തോ എങ്കിലും അവർ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഒരു ചെറിയ ആനുകൂല്യം ജയറാമിന് കൊടുക്കാം, അല്ലേ? കാരണം അദ്ദേഹത്തിന്റെ അമിതമായിട്ടുള്ള ഭക്തിയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം താല്പര്യപ്പെട്ടു എന്ന് പറയാം. അതൊരു എക്സ്ക്യൂസാണ്. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? പക്ഷേ ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്നാ അത് കൊണ്ടുപോയി 1 മണിക്കൂർ അവിടെ വെച്ചേക്കാം എന്ന് തീരുമാനിക്കാൻ അവർ എംപവേർഡ് ആണ്. അങ്ങനെ ഡിസിഷൻ എടുക്കാൻ ഈ പോറ്റിക്ക് മറ്റാർക്കെങ്കിലും കഴിയും? എങ്ങനെയാണ് ഈ പോറ്റിയുടെ കൈവശം ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഇരുന്നത്? അത് ചെമ്പുപാളി എന്ന് മറ്റേ സാധനം ഉണ്ടാക്കണ്ടേന്നേ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് സാധനം അടിച്ചെടുക്കണ്ടേ മഞ്ജുഷേ? ശബരിമലയിലെ അമൂല്യമായ വസ്തുവാണ്. അതിലെ ഈ ഭക്തിയൊക്കെ ഈ പറയുന്ന ജയറാമിനെ പോലെ എത്രയോ ആളുകളുണ്ട്. അത് പ്രത്യേകിച്ച് കർണാടകത്തിലും ആന്ധ്ര തെലങ്കാനയിലും തമിഴ്നാട്ടിലുമൊക്കെ അയ്യപ്പ വിശ്വാസം അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ പറ്റിച്ച് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ഭക്തി മുതലെടുക്കുവാനുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശ്രമം അവിടെ നടന്നു. പക്ഷേ പോയി ചത്തുടടാ.